ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഗുഡ് ഹാബിറ്റ്സ് ഫോർ യുവർ ഹെയർ. നിങ്ങളുടെ മുടിക്ക് വേണ്ടിയിട്ടുള്ള നല്ല ശീലങ്ങൾ നമ്മുടെ ലൈഫിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന, ഡെയിലി ലൈഫിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് നല്ല ശീലങ്ങൾ നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ളത് ആണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. എനിക്ക് ഇതൊക്കെ ചെയ്തിട്ട് വർക്കൗട്ട് ആയിട്ടുള്ള മാറ്റങ്ങൾ വന്നു. ഇതൊക്കെ ഈ ഒരു ശീലങ്ങളൊക്കെ ലൈഫിൽ എപ്പോഴെങ്കിലൊക്കെ സ്റ്റോപ്പ് ചെയ്യുമ്പോഴത്തേക്കും നെഗറ്റീവ് ഇമ്പാക്റ്റും എനിക്ക് അതനുസരിച്ച് എന്റെ മുടിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. മാക്സിമം വലിച്ചു നീട്ടാതെ ചുരുക്കി പറയേണ്ട കാര്യങ്ങൾ മാത്രം പോയിന്റ് ഔട്ട് ചെയ്ത് പറയാൻ ഞാൻ ശ്രമിക്കുകയാണ്. ആദ്യം തന്നെ ഹെയർ വാഷിനെ കുറിച്ച് ഞാൻ പറയാം. ഹെയർ വാഷിംഗ് ചെയ്യുന്ന ഒരു കാര്യം അത് ഡിപ്പെൻസ് ആണ്, ഓരോ ആളുകളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പക്ഷെ എന്നിരുന്നാലും നമ്മുടെ മുടിക്ക് ഏറ്റവും നല്ലത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ചയിൽ 2 തവണ മുടി കഴുകുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം. ഇപ്പൊ എല്ലാ ദിവസവും നിങ്ങൾക്ക് തല കഴുകിയേ പറ്റുള്ളൂ. ഇപ്പൊ ചില ആളുകൾക്ക് അത് പറ്റില്ല, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, ഡെയിലി മുടി കഴുകിയേ പറ്റുള്ളൂ, അങ്ങനെയുള്ള ആളുകളും ഉണ്ട്. സോ അങ്ങനെയുള്ളവര് ഞാൻ എന്റെ ഒരു വീഡിയോയിൽ ഉലുവ വെള്ളത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഉലുവ വെള്ളം യൂസ് ചെയ്ത് ഡെയിലി ഹെയർ വാഷ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉലുവ വെള്ളം യൂസ് ചെയ്ത് തന്നെ നിങ്ങളുടെ ഹെയർ വാഷ് ചെയ്യുക, ബെറ്റർ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. അല്ല, നിങ്ങൾ പ്ലെയിൻ വാട്ടറിൽ ഡെയിലി ഇങ്ങനെ ഹെയർ വാഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഹെയറിൽ നാച്ചുറൽ ആയിട്ട് ഉണ്ടാവുന്ന ആ ഒരു ഓയിലിന്റെ പെനിട്രേഷൻ, ഹെയറിലേക്കുള്ള പെനിട്രേഷന്റെ ഒക്കെ അതൊക്കെ കുറയ്ക്കും. അപ്പോൾ നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഉണ്ടാവുക. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് ബെറ്റർ റിസൾട്ട് കിട്ടിയിട്ടുള്ളത് ഇങ്ങനെ ആഴ്ചയിൽ 2 തവണ മുടി കഴുകുമ്പോഴാണ് എനിക്ക് ബെറ്റർ റിസൾട്ട് കിട്ടാറുള്ളത്. ഈ 2 തവണയിൽ ഒരു തവണയാണ് ഞാൻ എണ്ണ തേച്ച് നല്ലോണം എണ്ണയിട്ട് കുളിക്കുന്നത്, ഒരു തവണയാണ്. പിന്നെ ഒരു തവണ ഹെയർ വാഷ് ചെയ്യുമ്പോഴത്തേക്കും ഉലുവ വെള്ളത്തിൽ കഴുകും. ബാക്കി ദിവസങ്ങളിലൊന്നും ഞാൻ തലമുടി കഴുകാറില്ല. അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് അതിനനുസരിച്ചുള്ള റിസൾട്ട് കിട്ടുന്നുണ്ട്. മുടിയുടെ വളർച്ചയ്ക്കാണെങ്കിലും ആ ഒരു മുടിയുടെ സ്ട്രക്ചറിനും അതനുസരിച്ച് ഇമ്പ്രൂവ്മെന്റ് വരുന്നുണ്ട്. അതേസമയം ഞാൻ ഡെയിലി ഹെയർ വാഷ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എങ്ങനെയായിരുന്നു എന്നുള്ളത് എനിക്ക് അറിയാൻ നല്ലോണം. അപ്പൊ ആ ഒരു ഡിഫറൻസ് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. സോ നിങ്ങളും അത് ട്രൈ ചെയ്ത് നോക്കും. പറ്റുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്വൈസ് ഇൻ എ വീക്ക് ഹെയർ വാഷ് ചെയ്യുന്നതാണ് നല്ലത്. ഒട്ടും പറ്റത്തില്ല, ഇപ്പൊ പഠിക്കുന്ന കുട്ടികളൊക്കെയാണ്, കോളേജിലൊക്കെ പോകുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഹെയർ വാഷ് ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ അവർക്ക് കാരണം ഒരു ഉന്മേഷമൊക്കെ വേണമല്ലോ പഠിക്കാനൊക്കെ ഇരിക്കുന്ന സമയത്ത്. സോ അപ്പൊ അങ്ങനെയുള്ള കേസസിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഉലുവ വെള്ളം ഇട്ട് ഹെയർ വാഷ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ബെറ്റർ റിസൾട്ട് ആയിരിക്കും വരിക. പിന്നെ അതുപോലെ പഠിക്കുന്ന കുട്ടികളുടെ കാര്യം മാത്രമല്ല കേട്ടോ, പുറത്ത് പോയി ജോലി ചെയ്യുന്നവരൊക്കെ ഉണ്ടല്ലോ. ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് നമുക്കിങ്ങനെ പുറത്തെ പൊടിയും അഴുക്കും ഒക്കെ ഇങ്ങനെ എക്സ്പോസ്ഡ് ആയി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സ്കാൽപ്പ് അൺഹെൽത്തി ആയിട്ട് മാറും. താരനും അഴുക്കൊക്കെ വന്ന് നിറയാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഇപ്പൊ അൺഹെൽത്തി ആയിട്ടുള്ള സ്കാൽപ്പാണ് നിങ്ങൾക്ക് ഓൾറെഡി ഉള്ളതെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഈ ഒരു റൂട്ടീൻ ഫോളോ ചെയ്യരുത്. ആഴ്ചയിൽ 2 ദിവസം മാത്രം തല കഴുകുന്നത്. കാരണം നമുക്ക് നല്ല ഹെൽത്തി ആക്കി നമ്മുടെ സ്കാൽപ്പിനെ വെച്ചാൽ മാത്രമേ മുടിക്ക് നല്ല വളർച്ച ഉണ്ടാവുള്ളൂ. അപ്പൊ നിങ്ങളുടെ സ്കാൽപ്പ് ഹെൽത്തി ആണോ എന്നുകൂടി ഉറപ്പ് വരുത്തണം. എന്നിട്ട് മാത്രമേ ഞാൻ ഈ പറഞ്ഞ ഒരു ഹെയർ വാഷ് റൂട്ടീൻ ഫോളോ ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ ഹെയർ വാഷിന്റെ കാര്യത്തിൽ ഇത്രയാണ്. പിന്നെ നിങ്ങളുടെ ഹെയറിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള നല്ലൊരു ഷാമ്പുവും കണ്ടീഷണറും നിങ്ങൾ ചൂസ് ചെയ്യുക. അത് ഉപയോഗിച്ച് തന്നെ മുടി കഴുകാൻ ശ്രമിക്കുക. ഇനി രണ്ടാമതായിട്ടുള്ളത് മുടിയുടെ കോമ്പിംഗ് ആണ്. അപ്പൊ ഹെയർ കോമ്പിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളിത് ചീപ്പ് യൂസ് ചെയ്തിട്ട് തന്നെ നമ്മൾ കൈവച്ച് മസാജ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇപ്പൊ ചീപ്പ് തന്നെ യൂസ് ചെയ്ത് നമ്മൾ 2 നേരം അങ്ങനെ നല്ല രീതിക്ക് ചെയ്യണം എന്നൊന്നുമില്ല. കൈവച്ച് തന്നെ നമുക്ക് സ്കാൽപ്പിലും അതുപോലെ ഈ ടാങ്കിൾസ് ഒക്കെ റിമൂവ് ചെയ്യാം. നമ്മുടെ കൈവച്ച് തന്നെ റിമൂവ് ചെയ്ത് അതൊരു നല്ലൊരു മസാജ് നമ്മുടെ കൈവച്ച് തന്നെ കൊടുക്കാൻ പറ്റും. ഇപ്പൊ മസാജിങ് എക്യുപ്മെന്റ്സ് ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട് നമ്മുടെ സ്കാൽപ്പൊക്കെ. അപ്പൊ അതൊന്നും ഇല്ലെങ്കിൽ നമ്മൾ കൈവച്ച് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ കോമ്പാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഞാൻ ഒരിടക്ക് യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ് ആര്യവേപ്പിന്റെ ആ ഒരു വുഡ് വെച്ചിട്ടുള്ള ചീപ്പ്, പല്ലകന്നിട്ടുള്ള ചീപ്പും കുറച്ച് അടുത്ത ചീപ്പും, അങ്ങനെ 2 എണ്ണമായിട്ട് നമുക്ക് ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പൊ പല്ലകന്ന ആ ചീപ്പ് വെച്ച് നല്ലോണം ടാങ്കിൾസ് ഒക്കെ റിമൂവ് ചെയ്ത് ഡെയിലി ഇത് രാവിലെയും രാത്രിയും നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ രാവിലെയും രാത്രിയും ഒരു ദിവസത്തിൽ 2 നേരം നമ്മൾ ഇങ്ങനെ കോമ്പിങ് ചെയ്യുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കാൽപ്പ് കുറച്ചുകൂടി നല്ല ഹെൽത്തി ആവും. ഡെഡ് സെൽസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ റിമൂവ് ആവും. ഹെയർ ഗ്രോത്ത് സ്റ്റിമുലേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. നമ്മുടെ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹെയർ ഗ്രോത്തിനെ നല്ല രീതിക്ക് തന്നെ എഫക്ട് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ഈ ഒരു കോമ്പിങ്. നമ്മുടെ കൈവച്ചുള്ള മസാജിങ് ആണെങ്കിലും കോമ്പിങ് ആണെന്നുണ്ടെങ്കിലും. പിന്നെ നമ്മൾ ചീപ്പ് വെച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഭയങ്കര ഹാർഷായിട്ട് ചെയ്യരുത്. എപ്പോഴും അറ്റത്തുനിന്ന് തുടങ്ങാം.
അറ്റത്തുനിന്ന് ടാങ്കിൾസ് കളഞ്ഞ് വേണം മുകളിലേക്ക്. ആദ്യം തന്നെ മുകളിൽ നിന്ന് നല്ലോണം ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ പറ്റുന്ന വെച്ചാൽ ആ ജടയോട് കൂടി തന്നെ ഇതിങ്ങ് പോരും. അങ്ങനെ ഒരുപാട് മുടി നമുക്ക് പൊട്ടിപ്പോവും. ഇപ്പൊ ന്യൂ മോംസിനൊക്കെ ആണെങ്കിൽ ഇപ്പൊ എനിക്കറിയാം, ഇപ്പൊ എനിക്കൊരു കുഞ്ഞു വാവ ഉള്ളതുകൊണ്ട് അവളെയും വെച്ചുകൊണ്ട് ഹെയർ കെയർ ചെയ്യാന്നുള്ളത് വളരെ ഒരു എന്താ പറയുക ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ്. അപ്പൊ ഇതുപോലെ രാവിലെയും രാത്രിയൊക്കെ മുടി ചെയ്യുക എന്നുള്ള ചില ദിവസങ്ങളിലൊന്നും എനിക്കിത് സാധിക്കാറില്ല. ഇങ്ങനെ മുടി കെട്ടിവെച്ചാൽ അത് അങ്ങനെ ഇരിക്കും. പക്ഷെ അതിന്റെ നെഗറ്റീവ് ആയിട്ടുള്ള എഫക്ട് എനിക്ക് കിട്ടിയിട്ടുമുണ്ട്. അപ്പോൾ ന്യൂ മോംസ് ആണെങ്കിലും ഡെയിലി ജോലിക്ക് പോകുന്ന ഓഫീസ് ഗോയിങ് ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിലും അതുപോലെ സ്കൂളിൽ പോകുന്ന കുട്ടികൾ, കോളേജിൽ പോകുന്ന കുട്ടികൾ, ഇപ്പൊ ഈ രണ്ട് സൈഡിലും മുടിയൊക്കെ കെട്ടിക്കൊണ്ട് ഈ നനഞ്ഞ മുടി അങ്ങനെ തന്നെ കെട്ടിക്കൊണ്ടു പോകുന്ന ശീലമുള്ളവരൊക്കെ ഉണ്ട്. നനഞ്ഞ മുടി ചീരുന്നവരുണ്ട്. പിന്നെ മുടി കെട്ടിവെച്ചു കഴിഞ്ഞാൽ അങ്ങനെ വെച്ചോണ്ട് അമ്മമാരുടെയൊക്കെ കാര്യം അതാണ്, വെച്ചുകൊണ്ടേ ഇങ്ങനെ നടക്കും ദിവസങ്ങളോളം വേണമെങ്കിൽ അതങ്ങനെ ഇരിക്കും. പ്രത്യേകിച്ച് മുടി ജസ്റ്റ് ഒന്നിങ്ങനെ അഴിക്കും, എന്നിട്ട് ഇങ്ങനെ പുറമെ ഇങ്ങനെ ഒന്ന് ചീവും, എന്നിട്ട് ഇങ്ങനെ കെട്ടിവെക്കും. അല്ലാതെ എന്റെ ജട കളയും. എനിക്ക് അങ്ങനെ എത്രയോ ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നറിയോ, ഒരുപാട് ദിവസം കൂട്ടിയിട്ട് എന്നിട്ട് ഈ ജട കളയുന്ന സമയത്ത് നമ്മുടെ എന്തോരം മുടിയാണ് പൊട്ടിപ്പോകുന്നത്. പൊട്ടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അറ്റമൊക്കെ നല്ലോണം വെട്ടി പിന്നെ രണ്ടാമത് ഇങ്ങനെ വളർത്തിയെടുക്കണം. അപ്പൊ അത് പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട്. സോ നമ്മൾ നമുക്കായിട്ട് എങ്ങനെയുള്ള ആളുകളാണെന്നുണ്ടെങ്കിലും എത്ര തിരക്കുള്ളവരാണെന്നുണ്ടെങ്കിലും നമ്മുടെ സെൽഫ് കെയറിന് വേണ്ടി നമ്മൾ ടൈം കണ്ടെത്തിയേ പറ്റൂ. ഇനി അടുത്തതായിട്ട് നമ്മൾ മുടിയിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ കുറച്ച് ഞാൻ പറയാം. അതായത് നമ്മൾ ഒരിക്കലും നനഞ്ഞ മുടി ചീവാൻ പാടില്ല. നനഞ്ഞ മുടി ചില ആളുകൾ ഞാൻ കണ്ടിട്ടുണ്ട്, കുളി കഴിഞ്ഞ് വന്നിട്ട് നേരെ അങ്ങ് മുടി ചീവും, എന്നിട്ട് കെട്ടി അങ്ങ് വെക്കും. ഓഫീസിലൊക്കെ പോകുന്നവരാണെങ്കിൽ അവർക്ക് ഡെയിലി തല കുളിച്ചേ പറ്റൂ, നിർബന്ധമാണ്. എന്നിട്ട് ഈ തല കുളിച്ചിട്ട് അങ്ങനെ ഇങ്ങനെ കെട്ടി പൊത്തി ഇങ്ങനെ വെക്കും. വൈകുന്നേരം വരെ ഇതിങ്ങനെ ഇരിക്കും. നമ്മുടെ മുടിയിൽ കായ വരും, അതുപോലെ താരൻ നിറയും. പിന്നെ നമ്മൾ നോക്കണ്ട, മുടിയുടെ വളർച്ച അങ്ങനെ മുരണ്ടു പോകും, സ്റ്റോപ്പായി പോകും പതുക്കെ. സോ ഒരിക്കലും നനഞ്ഞ മുടി നിങ്ങൾ കെട്ടിവെക്കുകയോ ചെയ്യുവോ ഒന്നും ചെയ്യരുത്. പിന്നെ എല്ലാ ദിവസവും കുളിക്കുന്നതിന് മുമ്പ് നമ്മുടെ മുടിയിലെ ജട വൃത്തിയായിട്ട് കളഞ്ഞിട്ടുണ്ടാവണം. ഈ ജടയും വെച്ചുകൊണ്ട് നമ്മൾ തല കഴുകരുത്. മീൻസ് എല്ലാ ദിവസവും തല കഴുകുന്നവരുടെ കാര്യമാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഡെയിലി തല കഴുകുന്നുണ്ടെങ്കിൽ തല കഴുകുന്നതിന് മുമ്പൊക്കെ തന്നെ ഇതുപോലെ ടാങ്കിൾസ് ഒക്കെ റിമൂവ് ചെയ്യുക. ട്വൈസ് ഇൻ എ വീക്ക് മുടി കഴുകുന്നവരാണെന്നുണ്ടെങ്കിലും ഇതുപോലെ തന്നെ ടാങ്കിൾസ് ഒക്കെ നല്ലോണം റിമൂവ് ചെയ്തിട്ട് ഓയിലൊക്കെ തേച്ചതിന് ശേഷം മാത്രം മുടി കഴുകുക കേട്ടോ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഹെയർ വാഷ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഷാംപൂവും കണ്ടീഷണറും സെലക്ട് ചെയ്യാൻ. എപ്പോഴും ഷാംപൂ നമ്മുടെ സ്കാൽപ്പിലാണ് യൂസ് ചെയ്യേണ്ടത്. ഒരിക്കലും ഹെയർ ലെങ്ത്തിലിട്ട് നല്ലോണം ഇങ്ങനെ ഇട്ട് പതിപ്പിച്ച് കഴുകരുത്. അതുപോലെ കണ്ടീഷണർ ഒരിക്കലും സ്കാൽപ്പിൽ യൂസ് ചെയ്യരുത്. നിങ്ങളുടെ ആ ഹെയർ ലെങ്സിലാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഷാംപൂ ഈസ് ഫോർ യുവർ സ്കാൽപ്പ് ആൻഡ് കണ്ടീഷണർ ഈസ് ഫോർ യുവർ ഹെയർ ലെങ്ത്. അത് നിങ്ങൾ ഓർത്ത് വെക്കേണ്ട കാര്യമാണ്. പലരും അത് മിസ്റ്റേക്ക് ആയിട്ട് ചെയ്യും. ഷാംപൂ ഒക്കെ ഇങ്ങനെ മൊത്തം മുടിയിലിട്ട് തേക്കും, അതുപോലെ കണ്ടീഷണർ സ്കാൽപ്പിലൊക്കെ തേച്ച് വെക്കും. അങ്ങനെ ചെയ്യരുത്. സ്കാൽപ്പ് നിങ്ങളുടെ മുടിയുടെ നീളമുള്ള ഭാഗങ്ങളിൽ, ഹെയർ ലെങ്സിൽ മാത്രം തേക്കുക കണ്ടീഷണർ. ഷാംപൂ നിങ്ങളുടെ സ്കാൽപ്പിൽ മാത്രം തേച്ചു കൊടുക്കുക. പിന്നെ ഷാംപൂ ഒരിക്കലും ഡയറക്ട്ലി നിങ്ങളുടെ സ്കാൽപ്പിലേക്ക് എടുത്ത് അപ്ലൈ ചെയ്യരുത്. ഒരു കപ്പില് ഒരു പകുതി കപ്പോളം വെള്ളം എടുത്തതിന് ശേഷം അതിനകത്തേക്ക് വേണം നിങ്ങൾ ഷാംപൂ ഒഴിച്ചു കൊടുക്കാൻ. എന്നിട്ട് ഷാംപൂ നല്ലോണം കലക്കി ആ ഒരു പത പോലെ ഇങ്ങനെ വരുത്തിയിട്ട് അത് വേണം സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാൻ. ഒരിക്കലും ഡയറക്റ്റ്, ചില ആളുകൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ആ ബോട്ടിലൂടെ അങ്ങനെ എടുത്ത് കമത്തും. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നിങ്ങൾ സാഷെ പാക്കറ്റാണ് വാങ്ങിക്കുന്നതെങ്കിലും ബോട്ടിലാണ് യൂസ് ചെയ്യുന്നതെങ്കിലും എപ്പോഴും ഒരു കപ്പില് പകുതിയോളം വെള്ളം എടുത്ത് അതിലിത് ഒഴിച്ച് പതപ്പിച്ചതിന് ശേഷം മാത്രം സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കാൽപ്പ് പെട്ടെന്ന് ഡ്രൈ ആവും. അപ്പൊ അത് ഡ്രൈ ആവുമ്പോൾ അതനുസരിച്ചുള്ള നെഗറ്റീവ് എഫക്റ്റുകളൊക്കെ വരും. ഡാൻഡ്രഫ് വരും. പിന്നെ ഹെയർ ഗ്രോത്തിന് അത് ഒരു നെഗറ്റീവ് ഇമ്പാക്ട് തന്നെയാണ് അങ്ങനെ ഡയറക്ട്ലി നമ്മുടെ സ്കാൽപ്പിലേക്ക് ഷാംപൂ യൂസ് ചെയ്യുന്നത്. പിന്നെ മുടി കഴുകിയതിന് ശേഷം തല തോർത്തുന്ന കാര്യം നമ്മുടെ മലയാളീസിന്റെ ഒരു ചീത്ത ശീലം എന്ന് തന്നെ പറയാം. നമ്മൾ കുളിച്ചതിന് ശേഷം നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്, പ്രത്യേകിച്ച് ഗേൾസിനാണ് ഇത്തിരി കൂടുതൽ. ഈ മുടിയിൽ ഇങ്ങനെ ഉരക്കല് 2-3 തവണ ഈ തോർത്തിട്ട് അങ്ങോട്ട് ഉരയ്ക്കും. അപ്പൊ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വിചാരം വേഗം പണി തീർക്കാം, വെള്ളമൊക്കെ കളഞ്ഞ് വൃത്തിയാക്കാം. പക്ഷെ നമ്മുടെ മുടി ഒരഞ്ഞോണ്ടിരിക്കുകയാണ്, അത് പതുക്കെ പൊട്ടിപ്പോവും. മനസ്സിലായോ? പൊട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ മുടി വളരില്ല. പിന്നെ അടുത്ത മുടിയാണ് ഇവിടെ നിന്ന് നമ്മൾ മുടി ഇങ്ങനെ വളർന്ന് വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അതുകൊണ്ടാണ് പലരുടെയും മുടി ഇങ്ങനെ അറ്റത്തോട്ട് വരുമ്പോൾ ശോഷിച്ച് വരുന്നതിന്റെ റീസൺ അതാണ്.
സോ നമ്മുടെ മുടി നമ്മൾ തന്നെ പൊട്ടിച്ച് കളയാണ് ഒരു പോയിന്റ് വെച്ചിട്ട്. പിന്നെ എങ്ങനെയാണ് മുടി വളരുന്നത്, നീളം വെക്കുന്നത് എങ്ങനെയാണ്? സോ ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കുക. നല്ല അബ്സോർബിംഗ് പവറുള്ള ടവൽസ് ഒക്കെ കിട്ടും, അത് യൂസ് ചെയ്ത് ഒപ്പിയെടുക്കുക. കുളി കഴിഞ്ഞിട്ട് നമ്മൾ മുടി ഉണക്കാൻ വേണ്ടിയിട്ട് ഹെയർ ഡ്രയേഴ്സ് ഉപയോഗിക്കുന്ന ശീലം പാടെ ഒഴിവാക്കുക. കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ എത്ര നല്ല ഹെയർ ഓയിലാണ് തേക്കുന്നതെങ്കിലും എത്ര നല്ല ഹെയർ മാസ്ക് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിലും അതിന്റെ എന്തും എഫക്ട് നമുക്ക് കിട്ടാതെ ആവും. പതുക്കെ പതുക്കെ നമ്മുടെ മുടി നല്ലോണം ഡ്രൈ ആയി തുടങ്ങും, നല്ലോണം എന്താ പറയാ ബ്രേക്ക് ആവും മുടി. അങ്ങനെ മുടിയുടെ വളർച്ച സ്റ്റോപ്പ് ആയി പോകും. സോ ഒഴിച്ചുകൂടാൻ പറ്റാത്ത അവസരങ്ങളിൽ മാത്രം ഹെയർ ഡ്രയേഴ്സ് യൂസ് ചെയ്യുക. ഹെയർ ഡ്രയേഴ്സ് യൂസ് ചെയ്യുന്ന കാര്യം മാത്രമല്ല കേട്ടോ, ഹെയർ ട്രീറ്റ്മെന്റ്സ് ചെയ്യുന്ന കാര്യവും നമ്മൾ ഈ സ്മൂത്തനിങ് അതുപോലെ സ്ട്രെയിറ്റനിങ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ നമുക്കത് ഒഴിവാക്കാൻ പറ്റില്ല. അങ്ങനെ വരുന്ന ഘട്ടങ്ങളിൽ മാത്രം 1-2 തവണ ചെയ്യുക. അല്ലാതെ നമ്മുടെ ജീവിതശൈലിയുടെ ഒരു ഭാഗമായിട്ട് ഇതൊന്നും ആക്കാതിരിക്കുക. അതാണ് നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം. ഇനി അടുത്തതായിട്ട് നമ്മൾ ഹെയർ ഓയിലിന്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് നിങ്ങളുടെ ഹെയറിന് സ്യൂട്ടബിൾ ആയിട്ട് ഏത് ഓയിലാണോ പറ്റുന്നത് അത് ഉപയോഗിക്കുക. ഏത് ഓയിലാണ് യൂസ് ചെയ്യുന്നത് എന്നതിലുപരി എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത് നമ്മളത് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ള രീതിയിലാണ്. നല്ല രീതിയിൽ ഏത് ഓയിലാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിലും നല്ല രീതിയിൽ സ്കാൽപ്പിൽ മസാജ് കൊടുക്കുകയും ഒക്കെ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് കിട്ടും. ഇന്ന ഓയിൽ തേച്ചാൽ മാത്രമേ മുടി വളരൂ എന്നൊന്നുമില്ല. നമ്മൾ നല്ലൊരു ഹെയർ കെയർ റൂട്ടീൻ ഫോളോ ചെയ്യുക. അപ്പൊ ഞാൻ സാധാരണ നമ്മുടെ പാരച്യൂട്ടിന്റെ ഓയിലാണ് തേക്കുന്നത്, കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പാരച്യൂട്ടിന്റെ ഓയിലാണ് തേക്കുന്നത്. കാരണം ഓയിൽ പ്രത്യേകിച്ച് ഉണ്ടാക്കിയൊക്കെ ഞാൻ മുന്നെയൊക്കെ തേക്കുമായിരുന്നു, പക്ഷെ ഇപ്പൊ അതിനൊന്നും സമയമില്ല കുഞ്ഞുള്ളത് കൊണ്ട്. അപ്പൊ പാരച്യൂട്ടിന്റെ ഓയിൽ തന്നെയാണ് ഞാൻ തേക്കുന്നത്. നമ്മൾ എന്ത് ഹെയർ മാസ്ക് മുടിയിൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും അതിന് മുന്നേ ആയിട്ട് ഓയിൽ ഇടുക. ഓയിൽ ഇട്ടതിന് ശേഷം മാത്രം ഹെയർ മാസ്ക് യൂസ് ചെയ്യുക. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ മുടി നല്ല രീതിക്ക് തന്നെ ഡ്രൈ ആവും. എസ്പെഷ്യലി മുട്ട കടലപ്പൊടിയൊക്കെ ഉള്ള ഹെയർ മാസ്ക് ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ മുടി ഡ്രൈ ആയി പോവും, പൊട്ടും മുടി. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ഹെയർ മാസ്ക് യൂസ് ചെയ്യുമ്പോഴും നല്ലോണം ഹെയർ ഓയിലിംഗ് ചെയ്തിട്ട് മാത്രം ഹെയർ മാസ്ക് യൂസ് ചെയ്യുക. പിന്നെ ഹെയർ മാസ്ക് നമ്മൾ എല്ലാ ദിവസവും തേക്കണ്ടോ അല്ലെങ്കിൽ ആഴ്ചയിൽ തേക്കേണ്ട ആവശ്യമില്ല. ഞാൻ മാസത്തിൽ ഒരിക്കൽ മാത്രമേ ഹെയർ മാസ്ക് ഉപയോഗിക്കാറുള്ളൂ. അതിന്റെ തന്നെ ആവശ്യമുള്ളൂ. നമ്മൾ ഹെയർ സ്പാ ഒക്കെ വൺസ് ഇൻ എ മന്ത് ഒക്കെ പോയി ചെയ്യില്ലേ, സെയിം ലൈക്ക് ദാറ്റ്. അതുപോലെ നമുക്ക് വീട്ടിൽ ചെയ്യാവുന്നതാണ് ഇങ്ങനെ ഹെയർ മാസ്ക് ഇട്ട് ചെയ്യുന്നത്. മാസത്തിൽ ഒരിക്കൽ മാത്രം ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ. പിന്നെ അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഹൈഡ്രേഷൻ. നമ്മുടെ ഹൈഡ്രേഷൻ എന്ന് പറയുന്നത് മുടിയുടെ വളർച്ചയ്ക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ധാരാളം വെള്ളം കുടിക്കണം. അപ്പോൾ വെള്ളം കുടിക്കുന്നതിൽ ഒരു കുറവ് വരുമ്പോൾ നമ്മൾ ഹൈഡ്രേറ്റഡ് ആവാതെ ഇരിക്കുന്ന സമയങ്ങളിലൊക്കെ നമ്മുടെ സ്കിന്നിനെ മാത്രമല്ല നമ്മുടെ ഹെയറിനെയും അത് എഫക്ട് ചെയ്യും. അപ്പോൾ നമ്മൾ എന്തൊക്കെ ഓയിൽ തേച്ചിട്ടോ പുറമേ കൂടെ നമ്മൾ എന്തൊക്കെ തേച്ചിട്ടോ കെയർ ചെയ്തിട്ടോ മാത്രം ഒരു കാര്യവുമില്ല. നമ്മൾ നല്ല രീതിക്ക് തന്നെ ഉള്ളിലും ആ ഒരു ഇൻടേക്ക്, അതായത് വെള്ളം നല്ലോണം കുടിക്കണം. നമ്മുടെ മുടിക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണങ്ങളുണ്ട്, പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ, അതുപോലെ വൈറ്റമിൻസ്, മുടിക്ക് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻസ് ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതനുസരിച്ചുള്ള ഫുഡ് കഴിക്കണം. അതുപോലെ തന്നെ വെള്ളവും കുടിക്കണം. വെള്ളം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മുടിക്ക്. അതുപോലെ തന്നെ രാത്രി ഉറങ്ങുന്നതിന് മുന്നേ നമ്മൾ മുടി കെട്ടിവെക്കണം. മുടി കെട്ടിവെക്കാന്ന് പറയുമ്പോൾ ഭയങ്കര ടൈറ്റ് ആയിട്ട് ഒരു ബൺ സ്റ്റൈലൊക്കെ കെട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ പിന്നിടുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ലൂസായിട്ട് ഹെയർ ഇങ്ങനെ പിന്നിട്ട് വെക്കുക. അല്ല നിങ്ങൾക്കിങ്ങനെ ഉച്ചക്കെട്ട് പോലെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിലും ലൂസായിട്ട് മാത്രം കെട്ടിവെക്കുക. ടൈറ്റ് ആയിട്ടുള്ള ഹെയർ സ്റ്റൈൽസ് മാക്സിമം ഒഴിവാക്കുക. രാത്രി കിടക്കുമ്പോഴുള്ള കാര്യം മാത്രമല്ല കേട്ടോ, നമ്മളല്ലാതെ മുടി കെട്ടുമ്പോഴാണെന്നുണ്ടെങ്കിലും അധികം ടൈറ്റ് ആയിട്ട് കെട്ടാതിരിക്കുക. പോണിറ്റെയിൽ ഹെയർ സ്റ്റൈലൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വലിച്ചു മുറുക്കി ബാക്കിലോട്ട് ചീവി കിട്ടുമ്പോൾ നിങ്ങൾക്ക് പതിയെ ഒരു കഷണ്ടി പോലെ ഇങ്ങനെ വരും. അപ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഒരിക്കലും ടൈറ്റ് ഹെയർ സ്റ്റൈൽസ് നമ്മൾ ചെയ്യരുത്. നമ്മുടെ മുടീനെ അത് ഹേർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് പാടെ ഒഴിവാക്കുക. നമ്മൾ ഏത് ഹെയർ സ്റ്റൈലാണ് ചൂസ് ചെയ്യുന്നതെങ്കിലും ലൂസായിട്ട് തന്നെ ചെയ്യുക. പിന്നെ നമ്മൾ ഹെയർ ബാൻഡ്സോ ഭയങ്കര നമ്മുടെ മുടീനെ ഹേർട്ട് ചെയ്യുന്ന തരത്തിലുള്ള ക്ലിപ്പോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യാതെ സാറ്റിൻ അതുപോലെ സിൽക്ക് സ്ക്രഞ്ചീസ് കിട്ടും, അതൊക്കെ ഉപയോഗിച്ച് തന്നെ മുടി കെട്ടിവെക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഹെയറിന് വേണ്ടിയിട്ട് മെയിൻലി ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഫുഡിന്റെ കാര്യം പറയുമ്പോഴത്തേക്കും നമ്മുടെ ഹെയറിന് വേണ്ടിയിട്ട് എന്തൊക്കെ ഫുഡാണ് മെയിൻലി കഴിക്കേണ്ടത്, എന്തൊക്കെയാണ് ഫുഡിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത്, അതിന് വേണ്ടിയിട്ട് ഞാൻ വേറൊരു വീഡിയോ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിൽ ഞാൻ എന്തായാലും അത് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, കുറച്ചുകൂടി ലെങ്തി ആയി പോകും വീഡിയോ. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ മുടിക്ക് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല നല്ല ശീലങ്ങൾ, ഗുഡ് ഹാബിറ്റ്സ്.
ഇതിന്റെ ഒപ്പം തന്നെ ഫുഡിന്റെ കാര്യം കൂടി എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷെ അത് കുറച്ചും കൂടി ലെങ്തി ആയി പോകും. കാരണം ഒരുപാട് പറയാനുണ്ട്. നമ്മുടെ മുടിക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണങ്ങൾ, നമ്മൾ കഴിക്കേണ്ട ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ഞാൻ എന്തായാലും ചെയ്യും. അപ്പോൾ എന്റെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട്, അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് യൂസ് ആകും എന്ന് ഉറപ്പുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നെ സപ്പോർട്ട് ചെയ്യുക. എന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.